ഹലോ നമസ്കാരം, ഞാൻ മിനി. വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല രുചികരമായ ഒരു 4 മണി പലഹാരമാണ്. ഈ കാലാവസ്ഥയ്ക്ക് പറ്റിയ ഒരു സ്നാക്സ് ആണിത്. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ചിക്കൻ ബ്രെഡ് റോളാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചിക്കൻ റോൾ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് സ്വല്പം വലിയ പീസായിട്ടുള്ളത് കിട്ടുമെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇത് സാൻഡ്വിച്ച് ബ്രെഡാണിത്. റോൾ ഉണ്ടാക്കാൻ പറ്റിയത് അതാണ്. ചെറുതിനകത്തും പറ്റും, കുഴപ്പമില്ല. ചെറിയ റോളായിരിക്കുമെന്ന് മാത്രം. 2 സവാള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ടത് ചിക്കനാണ്. ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു ബൗൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ അംഗത്തിനനുസരിച്ച് നിങ്ങൾ എടുത്തോളുക. 2 സവാള, 2 മുട്ട, കറിവേപ്പില, 2 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, സ്വല്പം മല്ലിയില. അപ്പം എൻ്റെ സ്വന്തം പച്ചമുളകാണ് ഇത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഉള്ളി ചെറുതായിട്ട് അരിയണം. അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഈ പച്ചമുളകൊക്കെ മസാലകളൊക്കെ ചേർക്കുന്നത് പുറകാലെ കാണിച്ചു തരാം. ആദ്യം തന്നെ ചിക്കൻ, നമുക്ക് ആവശ്യമുള്ള ചിക്കൻ എടുത്തിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് വേവിക്കണം. എന്ന് വെച്ചാൽ കുക്കറിലൊന്നും വേവിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചീനച്ചട്ടിയിലിട്ടിട്ട് സ്വല്പം വെള്ളം ഒഴിച്ച് 1/4 ടീസ്പൂൺ മഞ്ഞളും സ്വല്പം ഉപ്പും കൂട്ടിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് അത് മിക്സിയിലിട്ട് നമ്മൾ കട്ട്ലറ്റിന് മിൻസ് ചെയ്തെടുക്കുന്നത് പോലെ എടുത്താൽ മതി. ഇതിന് മിൻസ് ചെയ്തെടുക്കാം. മുട്ട മുക്കി പൊരിക്കാനുള്ളതാണ്. നമുക്ക് സവാളയൊക്കെ അരിഞ്ഞിട്ട് വരാം. സവാള ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം. കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞു, മല്ലിയില, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വളരെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിയുക. പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേസ്റ്റ് ഇട്ടാലും മതി. പിന്നെ 2 മുട്ട അടിച്ചു വെച്ചിട്ടുണ്ട്. ചിക്കൻ മിൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡിൻ്റെ അരികെല്ലാം കട്ട് ചെയ്തിട്ട് നമ്മളതിൻ്റെ ബാക്കി ഭാഗം പൊടിച്ചും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം ചിക്കൻ ബ്രെഡ് റോൾ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു. 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇടാം. അടുത്തതിന് വെളുത്തുള്ളി ഇടാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടാം. അതിലോട്ട് ഉള്ളിയും ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വാടണം. അതിനുശേഷം ഇതിലോട്ട് മസാല ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഇനി മസാലകളിടാം. 1 സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ചിക്കൻ നമ്മൾ ഉപ്പിട്ട് വേവിച്ചാണ്. ഉള്ളിക്ക് വേണമല്ലോ, സ്വല്പം കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അതിലോട്ട് നമ്മുടെ ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചേക്കും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലായിടും എല്ലാം പിടിക്കണം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് സ്വല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അത് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി. ടേസ്റ്റ് പിടിക്കാത്തവർ ഇടണ്ട. ഗ്യാസ് ഓഫ് ചെയ്യാം. മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ ബ്രെഡ് റോൾ ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബ്രെഡ് നമ്മൾ എടുത്തിട്ട് അരികെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ അരി കട്ട് ചെയ്താണ് നമ്മൾ ബ്രെഡ് ക്രംസാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ വെള്ളത്തിലൊന്ന് മുക്കണം. വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് മുക്കിയിട്ട് നല്ലതുപോലെ കൈകൊണ്ട് അതിൻ്റെ എല്ലാ വശത്തു നിന്നും വെള്ളം പിഴിഞ്ഞ് കളയണം. വെള്ളം ഒട്ട് വിരിക്കാൻ പാടില്ല. അതിലോട്ട് നമ്മൾ ഈ മസാല വയ്ക്കുക. നമുക്കിതിനെ റോൾ ചെയ്തെടുക്കാം. കോണോട് കോൺ ഇതിങ്ങനെ ചെയ്യാം. കോണോട് കോൺ ചെയ്യുക. ഇവിടെ നിന്ന് വെക്കുക. ഇതിനെ നമ്മളിങ്ങനെ റോളാക്കി എടുക്കാം. മസാലയൊന്നും പുറത്തോട്ട് വരാത്ത രീതിയിൽ ഇങ്ങനെ റോളാക്കിയതിന് ശേഷം നമ്മുടെ മുട്ടയിൽ നല്ലതുപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രെഡിനകത്തോട്ട് മുക്കുക. നല്ലതുപോലെ പുരട്ടി എടുക്കുക. ഓരോന്നും ഇങ്ങനെ ചെയ്തെടുക്കാം.
അരികുന്നെല്ലാം നല്ലതുപോലെ വെള്ളം പിഴിഞ്ഞ് കളയണം. ഇങ്ങനെയും ചെയ്യാം. ഇതിനാണ് സ്വല്പം വലിയ ബ്രെഡ് വാങ്ങിക്കണമെന്ന് പറയുന്നത്. നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് അന്നേരം മടക്കി വയ്ക്കാനായിട്ട് പറ്റും. ഇതേപോലെ റോളാക്കി എടുക്കാം. മുട്ടയെ മുക്കുക. ഇനി ബ്രെഡ് ക്രംസിനകത്തിട്ട് നല്ലതുപോലെ ഉരുട്ടിയെടുക്കാം. എല്ലാം അതേപോലെ ചെയ്തെടുക്കാം. ചിക്കൻ റോള് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. ഇത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ വളരെ ക്ഷമയോടുകൂടി വേണം ചെയ്യാൻ. സ്വല്പം സമയമൊക്കെ എടുത്ത് വേണം ഇത് ചെയ്യാനായിട്ട്. ബ്രെഡൊക്കെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ സ്വല്പം സമയമൊക്കെ വേണം. അപ്പോൾ ഇനി നമുക്ക് ഇത് ഫ്രൈ ആക്കി എടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, അതിനകത്തോട് ഇടുവാണേ. ഈ ഒരു മീഡിയത്തിൽ വെച്ചേക്കുക. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളത് വറക്കണം. നല്ല ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. സ്വല്പം കൂടെ ഒന്ന് നടന്നോട്ടെ. തുടക്കത്തിലെ തീ കൂട്ടിയിട്ട് ചെയ്യരുത്, പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ബ്രെഡാണല്ലോ. തീ മീഡിയത്തിലിട്ട് പയ്യെ പയ്യെ ഇത് വേവിച്ചെടുക്കുക. പതിയെ ഫ്രൈ ആക്കി എടുക്കണം. ഈ സാധനമൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതല്ല, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്നുകൂടെ ബ്രൗൺ ആയിക്കോട്ടെ. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. അടുത്തതും ഇതേപോലെ വറുത്തെടുക്കാം. അത് എണ്ണയിൽ കിടന്ന് ചെറുതായിട്ട് ഇങ്ങനെ വെന്ത് അകത്തോട്ട് അതിന് ഫ്രൈ ആയി വരണം, എങ്കിലേ ഒരു ടേസ്റ്റ് ഉള്ളതിന്. പെട്ടെന്ന് തീ കൂട്ടിയിട്ടിട്ട് വറുത്തെടുക്കാൻ നോക്കരുത്. തീ മീഡിയത്തിലിട്ട് വളരെ പയ്യെ ഇത് വറുത്തെടുത്താൽ മതി. എങ്കിൽ മാത്രമേ ഇതിന് നല്ല ടേസ്റ്റ് വരികയുള്ളൂ. അകത്തോട്ടൊക്കെ നല്ലതുപോലെ ഫ്രൈ ആവണം. നമ്മുടെ മസാല ഫ്രൈ ആവണം, നല്ല വെന്തതാണ്. ഈ ബ്രെഡിന് ഇച്ചിരി അകത്തോട്ട് ഒന്ന് ഫ്രൈ ആവണം. നമ്മുടെ ചിക്കൻ ബ്രെഡ് റോൾ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.